ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുവാനിടയാകട്ടെ. ഇന്ന് ഇത് ശ്രവിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുവാനിടയാകട്ടെ. ശുശ്രൂഷിക്കുവാൻ കഴിയുന്നതിനെയും ഞങ്ങളെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. और प्रभु यीशु मसीह के नाम से आप सबको स्नेह वंदन करते हैं. सुनने वाले सभी व्यक्ति, हर एक व्यक्ति और हम भी आज के सुबह आशीष पाए. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ന് ദൈവസന്നിധിയിൽ വായിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. और हम सबको अच्छी तरह से मालूम वाले एक विषय से आज बात करने वाले हैं. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ मत्ताई का सुसमाचार उसका 25वां अध्याय 10 കന്യകമാരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. 10 कुंवारियों का दृष्टांत बताया है. 1 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ ആണ് ഇവിടെ എടുക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. 1 से लेकर 13 तक का जो वाक्य यहाँ पर लिखा है. ഇവിടെ 5 കന്യകമാരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. यहाँ पे 5 कुंवारियों के बारे में लिखा है. അവര് എണ്ണ കരുതിയിരുന്നില്ല. അവരെ കുറിച്ച് ഫുളിഷ് ആയിട്ടുള്ള കന്യകമാര് എന്നാണ് തിരുവചനത്തിൽ കർത്താവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. यहाँ पे जो 5 कुंवारी जिन्होंने अपने साथ तेल नहीं लिया उनको मूर्ख करके लिखा गया है. 5 കന്യകമാരെ കുറിച്ച് നമുക്കിവിടെ കാണുവാൻ കഴിയും. അവരുടെ തുരുത്തിയിൽ വേറെ ഒരു തുരുത്തിയിൽ എണ്ണ അവർ കരുതിയിരുന്നു. और लेकिन दूसरे जो कुंवारी है उनको समझदार करके कहा है क्योंकि उन्होंने अलग से अपने साथ तेल लिए थे. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഉപയോഗിക്കുന്നവർ അവര് ഈ മൊബൈലിന്റെ കൂടെ അതിന്റെ ചാർജർ കരുതും. അതുപോലെ തന്നെ അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ അഡീഷണൽ ആയിട്ട് പവർ ബാക്കപ്പിന് വേണ്ടിയിട്ട് ഒരു കരുതുന്ന നമ്മളെല്ലാം ചെയ്യാറുണ്ട്. और अभी के ज़माने में हम सब लोग मोबाइल यूज़ करते हैं तो मोबाइल के साथ ही जो है एक हमारे पास चार्जर तो रहता ही और अलग से पावर बैकअप के लिए हम बैटरी भी चार्जर करने के लिए लेके चलते हैं. അന്നത്തെ കാലങ്ങളിൽ എണ്ണ കരുതുമായിരുന്നു. और उस जमाने में तेल लिया करते थे. ഇതിന്റെ 13ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ और उसका 13 वाक्य में जब आते हैं കർത്താവ് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ये सब बताने के बाद कहा है. കർത്താവ് ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾ ശ്രദ്ധയുള്ളവരും നിങ്ങൾ കാത്തിരിക്കുന്നവരുമാകും. इसलिए जागते रहो क्योंकि तुम न उस दिन को जानते हो. നിങ്ങൾ അതിനെക്കുറിച്ച് ശ്രദ്ധയുള്ളവരായിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് കർത്താവ് പറയുന്നത്. और यहाँ पे परमेश्वर कहता है कि तुम इस बात को ध्यान में रखो. ഈ 5 കന്യകമാരെ കുറിച്ചും വ്യത്യസ്തമായ രീതിയിൽ വളരെ ചെറിയ സമയത്തിനുള്ളിൽ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. और ये 10 कुंवारियों के बारे में थोड़े से समय में आपको समझाना चाहता हूँ. 5 കന്യകമാർ അവരെ എണ്ണ കരുതിയിരുന്നില്ല. അവർ ഉറങ്ങിപ്പോയി. അവരുടെ എണ്ണ തീർന്നു പോയത് അവർ അറിഞ്ഞില്ല. അവർ പിന്നീട് കരുതിയിരുന്നില്ല. എന്നാൽ ബാക്കിയുള്ള 5 കന്യകമാർ അവര് ഉറങ്ങിപ്പോയിരുന്നു. പക്ഷെ അവര് വേറെ എണ്ണ കരുതിയിരുന്നതുകൊണ്ട് മണവാളന്റെ കാഹളം കേൾക്കുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ ദീപട്ടി തെളിയിക്കുവാനും മണവാളനെ സ്വീകരിക്കുവാനും മണവാളനോടുകൂടി മണിയറയിൽ പ്രവേശിപ്പാനും കഴിയും. और यहाँ पे जो 5 कुंवारियां थे वे लोग दुल्हा का इंतजार करते करते वे सो गए. लेकिन उसके बाद जब आधी रात में दुल्हा आया तो उनका जो तेल और जो बत्ती जो है वो बुझ गई थी. लेकिन तेल नहीं था करके वो लोग दोबारा वो दीपक को या मशाल को जला नहीं सके. लेकिन दूसरे जो 5 कुंवारियां थी उनके पास जो है अलग से तेल था. वे लोग भी सो गए थे. लेकिन दुल्हा की आवाज़ सुनते समय उन्होंने अपनी मशालों में तेल भरकर उसको जलाया. इसके वजह से उन लोग अपने दुल्हा के साथ उनके महल में प्रवेश कर सके. മണവാളൻ വന്നു, വാതിൽ അടച്ചു. दुल्हा आया और दरवाजा बंद किया. 5 കന്യകമാർക്ക് അവിടെ പ്രവേശിക്കാൻ കഴിഞ്ഞുള്ളൂ. ആരുടെ ദീപട്ടിയാണോ തെളിഞ്ഞിരുന്നത് അവർക്ക് മാത്രം അവിടെ പ്രവേശിക്കാൻ കഴിഞ്ഞുള്ളൂ. और केवल वो 5 कुंवारी जिनके जो मशाल जल रहे थे वे ही लोग उसके अंदर प्रवेश कर सके. 5 കന്യകമാർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ എണ്ണ തീർന്നു പോയിരുന്നു. അവരെ എണ്ണ വാങ്ങിക്കാൻ പോയ സമയം കൊണ്ട് മണവാളൻ വന്ന് വാതിൽ അടച്ചു. മണവാളൻ തിരിച്ചു പറയുകയാണ്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. और जो दूसरी कुंवारियां थी वे लोग तेल मोल लेने गए. उस समय दुल्हा आकर अपना दरवाजा बंद कर दिया. और उसके बाद जब वे लोग वापिस आए तो दुल्हा कह रहा है मैं तुम्हें कभी नहीं जानता. ഈ 10 കന്യകമാരെ കുറിച്ചും നാം അറിയുകയാണെങ്കിൽ ഈ 10 കന്യകമാരും രക്ഷ പ്രാപിച്ചവരാണ്. और ये 10 कुंवारियों के बारे में यदि हम पढ़ेंगे तो ये 10 ने भी उद्धार पाया है. ഈ 10 കന്യകമാരിലും ആത്മാവിന്റെ അഭിഷേകം പകർന്നത്. और ये 10 कुंवारी के अंदर भी आत्मा का अभिषेक पाया है.
അവർക്കെല്ലാം കർത്താവ് വചനത്തിലൂടെ കാത്തിരിപ്പിൻ ഞാൻ വരുന്നു എന്നുള്ള സന്ദേശത്തിന് വേണ്ടി അവര് കേട്ടവരാണ്. അതിനുവേണ്ടി അവർ അവരുടെ ജീവിതം സമർപ്പിച്ചതാണ്. और उन्होंने कि यीशु मसीह का जो संदेश कि मैं दोबारा आने वाला हूँ उसको उन्होंने स्वीकार किया था और अपने आप को अपना जीवन उसके लिए उन्होंने समर्पण किया था. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ പ്രാപിച്ചത് മറന്ന് ഈ ലോകത്തിൽ ലഭിച്ച നന്മകളുടെ പുറകെ പോയി കർത്താവിനാൽ നമുക്ക് പ്രാപിക്കേണ്ട ആ ശക്തി, ആ തേജസ്, ആത്മാവിന്റെ കൃപാവരങ്ങൾ, സഹനം, ക്രിസ്തുവിന്റെ തലയോളം വളരാനുള്ള സഹിഷ്ണുത നിലനിർത്തുവാൻ കഴിയാതെ സാമ്പത്തികമായുള്ള മേൽ ഘടകങ്ങളിലേക്കുള്ള ഉയർച്ച ആഗ്രഹിച്ച് അവർ ആ ആഗ്രഹത്തിൽ ആ നന്മകൾ പ്രാപിച്ച് മുന്നോട്ട് പോയി യഥാർത്ഥത്തിൽ ആത്മീയം അവരുടെ ഒരു രണ്ടാം അല്ലെങ്കിൽ മൂന്നാം തരത്തിലേക്ക് മാറ്റപ്പെട്ടു. और जो कुछ कुंवारियां जब अपने यीशु मसीह के दोबारा आगमन के लिए इंतजार करते समय अथवा या अपने दुल्हा का इंतजार करते करते उनकी जीवन की जो आत्मिक जिंदगी उनके जीवन के दूसरे या तीसरे स्थान पर पहुंच गई और पहले स्थान पर दुनियादारी में अपना जो घर को बढ़ाना या अपने आर्थिक संपत्ति को बढ़ाना, इस सारे चीजों में वे लोग व्यस्त हो गए और आत्मिक जीवन उनके जिंदगी में बहुत पीछे स्थान पर चला गया. എന്നാൽ വേറെ ഒരു ചെറിയ കൂട്ടത്തെ കുറിച്ച് അവർ എപ്പോഴും പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുകയും അവർ ദിനം പ്രതി പ്രാർത്ഥനയിൽ ഓരോ ദിവസവും മുന്നേറുകയും ആത്മീയ കൃപാവരങ്ങൾ പ്രാപിക്കുകയും ദൈവം അവരെ അയക്കുന്ന സ്ഥലങ്ങളിൽ പോവുകയും ശുശ്രൂഷ ചെയ്തെടുക്കുകയും വിശ്വസ്തരായിരിക്കുകയും അവർ ദൈവത്തിന്റെ ശബ്ദം കേട്ട് അനേകർക്ക് വിടുതലായി രോഗസൗഖ്യമായി കർത്താവിനാൽ ഉപയോഗിക്കപ്പെട്ട് മുന്നേറുന്ന രഹസ്യവും പരസ്യവുമായിട്ടുള്ള അനേക അഭിഷിക്തന്മാരുണ്ട്. और बाकी जो कुछ लोग हैं वो लोग निरंतर परमेश्वर के साथ प्रार्थना करते हुए, स्तुति आराधना करते हुए, उनके अभिषेक को बढ़ाकर कई लोगों की सेवा करते हुए, या वो बाहरी रूप से हो या अंदरी रूप से हो, परमेश्वर के नाम की बढ़ोतरी के लिए अपना जीवन को बिताते गए. അവരുടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ പ്രാർത്ഥന ഇവിടെ വിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നു. ആ വിളക്കിനെ കത്തിക്കുന്ന ആത്മാവിന്റെ അഭിഷേകം അവർ പകർന്നു വെച്ചിരിക്കുകയാണെന്ന് നിറഞ്ഞിരിക്കുകയാണ്. और उनका जो प्रार्थना का दीप हमेशा जलते रहता है और वो दीप जलने के लिए जो अभिषेक का तेल चाहिए वे लोग ने उसको इकट्ठा करके रखा है. അവരുടെ ഹൃദയത്തിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളുടെ നടുവിൽ അവർ ഭയപ്പെടുന്നവരായിട്ടല്ല, ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുകയും ആശ്വാസം പ്രാപിക്കുകയും വിടുതൽ പ്രാപിക്കുകയും ചെയ്ത് സന്തോഷകരമായിട്ട് കൽത്തുറുങ്കിലാണെങ്കിൽ പോൽ തന്നെയും തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ ഞാനൊരു പാനീയാഗമായി അർപ്പിക്കപ്പെടുവാൻ പോകുന്നു എന്നുള്ള സന്ദേശം, സന്തോഷത്തിന്റെ സന്ദേശം, ഒരു ധീരതയുടെ സന്ദേശം പോലെയൊക്കെ അവരിൽ നിന്ന് നമുക്ക് കേൾക്കുവാനിടയാകും. और वे लोग जो है तकलीफ मुसीबत आते समय डर के भयभीत होकर नहीं, बल्कि अपनी प्रार्थना में जो शक्ति और सामर्थ पाते हुए तिमोथियुस को लिखते समय जब वो अपना जीवन को एक बलि के द्वारा या उसका मृत्यु नजदीक है देखकर भी वो परमेश्वर के ऊपर के आश्रय को बढ़ाकर जिस प्रकार अपने विश्वास का संदेश अपने लोगों के लिए उसने लिखा है, इसी प्रकार ये लोग अपने आत्मिक जीवन को आगे बढ़ाते हैं. എന്നാൽ ചിലരെ സംബന്ധിച്ച് അവർക്ക് ഒരു കാലത്ത് ദൈവം നൽകിക്കൊടുത്ത ആത്മീയ ദർശനങ്ങളെ മാറ്റി അവരുടെ ഹൃദയത്തിൽ പിന്നെ കടന്നു വന്ന ലോക ചിന്തയാൽ ആത്മീയമായിട്ടുള്ള വിഷയങ്ങളെക്കാൾ ഉപരിയായിട്ട് ലോകപരമായിട്ട് അവർ മേൽഗതിയിലേക്ക് പോകുവാൻ ഇടയായി. അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു വിഷയം കടന്നു വരുമ്പോൾ അവർ മറ്റുള്ളവരോട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയും മറ്റുള്ള മുഖാന്തരങ്ങളിലൂടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയും മറ്റുള്ളവര് അവരൊരു കാലത്ത് അവർ പ്രാർത്ഥിക്കുകയും വിടുതൽ പ്രാപിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നവരാ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രയാസങ്ങളും മറ്റുള്ളവരിൽ നിന്ന് സഹായം അപേക്ഷിച്ച ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതലായി മാറാൻ
എല്ലായ്പ്പോഴും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുപോലുള്ള ഒരു പരിതസ്ഥിതിയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. और यहाँ पे कुछ लोग हैं जो अपने आत्मिक जिंदगी को बिल्कुल ठंडे तरीके से अथवा उनके जीवन में कुछ प्रार्थना का विषय हो तो वो तुरंत दूसरे लोगों को दूसरे माध्यम के तौर से कहते हैं कि हमारे लिए प्रार्थना करो, लेकिन वे लोग स्वयं प्रार्थना न करते हुए एक परिस्थिति में पहुंचे हैं। लेकिन यही लोग पहले ज़माने में उनके विषयों के लिए उन लोग ने प्रार्थना किया है और वो प्रार्थना का उत्तर भी उन्हें मिला है, लेकिन अभी वे लोग दूसरे लोगों के ऊपर अपने भरोसा या प्रार्थना विषय छोड़कर चलने वाला एक परिस्थिति में पहुंच गए हैं। പ്രിയരെ, എന്നാൽ ഇവിടെ 5 കന്യകമാര് മണവാളന്റെ കാഹളധ്വനി കേട്ട സമയത്ത് അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവരുടെ ദീവട്ടി കെട്ടുപോയിരിക്കുന്നു. അവര് 5 പേരോട് എണ്ണ വായ്പ ചോദിക്കുകയും അത് ലഭിക്കാതിരിക്കുകയും ആ 5 പേര് അവരോട് പറയുക, നിങ്ങൾ നിങ്ങൾ അത് പോയി വാങ്ങിക്കൂ, ഞങ്ങൾ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ എനിക്കും ഞങ്ങൾക്കും ഇല്ലാതെ വരും. അപ്പോൾ അവർ വാങ്ങിക്കാൻ പോയതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയും. और यहाँ पर लिखा है कि जो 5 कुंवारियां थी वे लोग सो के उठने के बाद जब दुल्हा का आवाज सुना तभी अपने दीवटी जलाने की कोशिश करे, तभी उनकी मशालें जल नहीं पाई क्योंकि तेल नहीं था। तो उन्होंने जो समझदार कुंवारियों के पास जाकर कहा कि हमें थोड़ा तेल दो, तब उन्होंने उत्तर दिया कि हो सकता है कि तेल हमारे और तुम्हारे लिए ना पूरे, इसलिए भला यह होगा कि तुम तेल बेचने वालों के पास जाकर तुम तेल मोल ले लो। इसलिए ये कुंवारियां जो तेल बेचने वाले के पास तेल लेने को गए। ഇത് എവിടെ ആണ് ഇത് ലഭിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. യെശയ്യാവിന്റെ പുസ്തകത്തിൽ അതിന്റെ 85-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് 1-2. और यशायाह के पुस्तक में इस प्रकार लिखा गया है, उसका 55 अध्याय में वो कहाँ पर ये तेल मिलता है करके हम वो वचन पढ़ेंगे. 1-2 वाक्य वाइക്കാം. उसका पहला और दूसरा वाक्य पढ़ेंगे. हे सब प्यासे लोगों, पानी के पास आओ, और जिनके पास रुपया न हो तुम भी आकर मोल ले लो और खाओ. दाख मधु और दूध बिना रुपये और बिना दाम के आकर ले लो. जो भोजन वस्तुएं नहीं है उनके लिए तुम क्यों रुपया लगाते हो, और जिससे पेट नहीं भरता उसके लिए क्यों परिश्रम करते हो. मेरी और मन लगाकर सुनो, तब उत्तम वस्तुएं खाओगे पियोगे और चिकनी वस्तुएं खाकर संतुष्ट हो जाओगे. നിങ്ങൾ പണമില്ലെങ്കിലും വന്ന് വാങ്ങിക്കാനാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിന് പ്രയോജനമില്ലാത്ത ഭക്ഷണം നിങ്ങൾ എന്തിനു ഭക്ഷിക്കുന്നു, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്തിന് ഓടുന്നു. അത് യെശയ്യാവിന്റെ പുസ്തകത്തിൽ പ്രവചനമായിട്ട് എഴുതിയിരിക്കുന്നത് നശിച്ചു പോകുന്ന ഈ ജീവന് വേണ്ടിയിട്ട്, ഈ ശരീരത്തിന് വേണ്ടിയിട്ട് ഓടാതെ പ്രാണന് വേണ്ടി ഓടാനുള്ള ഒരു ആഹ്വാനമാണ്. അതിന് വേണ്ടിയിട്ടുള്ളത് നിങ്ങൾ പൈസ കൊടുക്കാതെ ഇപ്പോൾ ലഭ്യമാണെന്നുള്ള ഒരു संदेशമാണ് നമ്മളിവിടെ വായിച്ചത്. और यहाँ पे यशायाह के पुस्तक में लिखा है कि जो प्यासा है और जिनको भूख लगी है वो बिना रुपये के आकर यहाँ से खाओ पियो, क्योंकि वो कहता है कि जो नाश होने वाला या जो चीज़ से तुम्हारा पेट नहीं भरता है, तुम्हें तृप्ति नहीं मिलती है, ऐसे व्यर्थ चीज़ों के लिए क्यों परिश्रम करते हो, जबकि यहाँ पर प्रभु आपको बिना मोल के आपको दान देना चाहता है. ഇത് കൃപയുടെ സമയത്തെ കുറിച്ചാണ് പറയുന്നത്. और एक कृपा के युग के बारे में कहा है. ഇവിടെ നിങ്ങളുടെ ഏത് പ്രകാരം നിങ്ങളുടെ പാപം രക്താംബരം പോലെ ചുമപ്പാണെങ്കിലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാം എന്നാണ് കർത്താവ് പറയുന്നത്. और यहाँ पर यीशु कहते हैं कि तुम्हारा पाप कितना भी कठिन हो लेकिन उसको एकदम उस श्वेत वस्त्र के समान शुद्ध कर देगा. കാൽവരിയിലുള്ള രക്തത്താൽ അത് നിന്റെ ഏത് പാപത്തെയും മോചിച്ച് നിനക്ക് നിത്യ സമാധാനം തരുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് വേണ്ടി जय നൽകി തന്നു. और काल्वरी क्रूस पर जो है यीशु आपके सारे पापों का उद्धार के लिए वो वहां पर क्रूस पर अपने को विजय दिया है. ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളിൽ നീ മനസ്സ് തകർന്ന് നിന്റെ ഹൃദയം പരാജയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കർത്താവ് നിന്നെ കരം പിടിച്ച് ഉയർത്തുവാൻ വേണ്ടി കർത്താവ് നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. और पिछले दिनों में आपके हुआ जीवन की परिस्थिति को देखकर आपको नीचे दबाने के लिए नहीं बल्कि आपको हाथ देकर ऊंचा उठाने के लिए आज यीशु आपके पास आया है. നിന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന കർത്താവാണ്. और आपको बहुत अधिक प्रेम करने वाला यीशु मसीह है. അവൻ നിന്നെ ഒരിക്കലും തള്ളിക്കളയില്ല പ്രിയരേ. वो आपको कभी हाथ नहीं छोड़ेगा.
നിന്നെ അവൻ വളരെയധികം സ്നേഹിക്കുന്നു. वो आपको बहुत अधिक प्रेम करता है. നിന്റെ ഹൃദയം തകരേണ്ട ആവശ്യമില്ല. आपका दिल निराश होने का, टूटने का जरूरत नहीं है. നീ അവന്റെ വിളിക്കൊന്ന് ചെവി ചായ്ക്കുന്നുവെങ്കിൽ, यदि आप उसकी आवाज की ओर कान लगाते हैं तो നിന്റെ ജീവിതത്തെ അവൻ സന്തുഷ്ടിയിലേക്ക്, പുഷ്ടിയിലേക്ക് നയിക്കുവാൻ ഇടയാകും. तो आपके जीवन वो एक संतुष्टि की ओर ले चलेगा. കാരണം നിന്റെ ഹൃദയം സന്തോഷിക്കുന്നത് അവന് വലിയ ഇഷ്ടമാണ് കാണുന്നത്. क्योंकि आपका हृदय आनंदित होना उसे बहुत पसंद है. ആയതുകൊണ്ട് നിന്റെ പണത്തിന്റെ അവസ്ഥ നിന്റെ ആ അവസ്ഥയേക്കാൾ ഉപരിയായി ഈ രക്ഷ നിനക്ക് വേണ്ടി ഇന്ന് സൗജന്യമായി വെച്ചിരിക്കുക. और इसके लिए आपका धन दौलत के हिसाब से नहीं, बल्कि ये जो उद्धार है आपको यीशु ने जो है फ्री में या मुफ्त में दे दिया है. പക്ഷേ ഇതിനെ നീ ത്യജിച്ച് നിന്റെ ശാരീരികമായിട്ടുള്ള അഭിലാഷ പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട് നീ അലസരായ 5 കന്യകമാരെ പോലെ നീ നിന്റെ സമയത്തെ തക്കത്തിന് ഉപയോഗിക്കാതിരുന്നാൽ നീ നനയ്ക്കാത്ത സമയത്ത് മണവാളൻ കടന്നു വരും. और लेकिन यदि आप ये जो मुफ्त में मिला हुआ ये उद्धार को, ये जो 5 कुंवारियों के समान आलसी रूप से आप अगर उसको टाल देंगे या उसको आप उसका मूल्य नहीं देंगे, तो एक दिन यीशु मसीह जरूर आएगा. അതുകൊണ്ടാണ് പൗലോസ് ഇപ്രകാരം എഴുതിയത്, നിങ്ങൾ ജ്ഞാനികളായി തിരിപ്പാൻ നോക്കുവിൻ, അജ്ഞാനികളായിട്ടല്ല. इसके लिए यहाँ पर लिखा है कि तुम ज्ञानी या समझदार बन के रहो, मूर्ख ना बनो. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കും. क्योंकि ये बुराई या दुष्काल है या बुराई का समय, इसके लिए अपना समय तुम अच्छी तरह से उपयोग करो. നീ ഓടി അനേക പണം സമ്പാദിച്ചു, നീ നല്ല വീട് വെച്ചു, നീ നല്ല എസ്റ്റേറ്റ് വാങ്ങിക്കൂട്ടി, നീ നല്ല പണമുണ്ടാക്കി സഭയിലും ഒക്കെ നല്ല സ്ഥാനം നേടിയെടുത്താലും ദൈവസന്നദ്ധയിൽ നീ കുറവുള്ളവനാണെങ്കിൽ നീ കത്തുന്ന നരകത്തിലേക്ക് പോകുവാനുള്ള വിറക് മാത്രമാണ്. और यदि आप आपके जीवन में बहुत मेहनत करके बड़ा मकान, जमीन, बंगला सब खरीदते हैं और आपको सब जगह पे आपको एक अच्छा पोजीशन है, लेकिन उसके बाद भी आप स्वर्ग राज्य के लिए उपयोगित नहीं हुए, तो आप नरक में जाने वाला एक लकड़ी के समान होगा. പക്ഷേ നിന്റെ ജീവിതത്തിൽ അധികമൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം ഒരു കരുതലുള്ള ഒരു ജീവിതം നിനക്കുണ്ടായെങ്കിൽ നീ തീർച്ചയായും अब्राहम मड़ीलेके എടുക്കപ്പെടും. लेकिन आपने इस दुनिया में बहुत ज्यादा धन दौलत नहीं कमाए, लेकिन अंतकाल जीवन को प्राप्त करने के लिए आपने अपने जीवन को एक तैयारी के साथ ले चले, तो आप जरूर अब्राहम की गोद में पहुंच जाएंगे. അതിന്റെ മത്തായിയുടെ സുവിശേഷം 25ന്റെ 8ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു. मत्ती का सुसमाचार उसका 25 का 8 में इस प्रकार लिखा है, मूर्ख ने समझदारों से कहा, अपने तेल में से कुछ हमें भी दो, क्योंकि हमारी मशालें बुझी जा रही है. ഇവിടെ 2 വിഭാഗം ഇവിടെയുണ്ട്. ഒന്ന് മൂർഖ്, ഒന്ന് ഫൂളിഷ് മഠയന്മാരായിട്ടുള്ള കന്യകമാരും അതുപോലെ തന്നെ ബുദ്ധിയുള്ള കന്യകമാരും. यहाँ पे 2 तरह की कुंवारियां हैं, जो एक है जो मूर्ख है और दूसरी है जो समझदार है. സമജ്ദാർ അല്ലെങ്കിൽ ബുദ്ധിയുള്ള കന്യകമാർ അവരുടെ ഹൃദയത്തിൽ അവർ മറ്റൊന്നിനേക്കാൾ ഏറ്റവും ഉപരിയായി ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിലും അനുസരിക്കുന്നതിലും പ്രാപിക്കുന്നതിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുന്നതിലും ക്രിസ്തുവിന്റെ തലയോളം വളരുന്നതിലും അവരുടെ ആഗ്രഹം ആയിരുന്നു. അത് അവർ പ്രാപിച്ചു. और जो समझदार जो कुंवारियां हैं उनके जीवन में दूसरे सब चीजों से ज्यादा परमेश्वर का वचन को सुनना, प्रार्थना करना, उसके अभिषेक में आगे बढ़ना, यही इच्छा थी और यही उन्होंने उनके जीवन के अंत तक किया है. എന്നാൽ ബുദ്ധിയില്ലാത്ത കന്യകമാർ അവർക്ക് ഒരു ആത്മീയ ഉറക്കം സംഭവിക്കുവാനിടയായി. लेकिन जो मूर्ख कुंवारियां हैं उनके जीवन में एक आत्मिक आलस उनके जीवन में आ गई. അവരുടെ ഹൃദയം എപ്പോഴും അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു, നീ സേഫ് ആണ്, എത്രയോ സ്ഥലങ്ങളിലാണ് നിനക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉള്ളത്, എത്രയോ വീടുകളാണ് നീ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്, നിനക്ക് യാതൊരു മുട്ടും സംഭവിക്കുകയില്ല എന്നുള്ള അലസതയിൽ യഥാർത്ഥത്തിൽ അവർ എന്തിനെ സൂക്ഷിക്കണമായിരുന്നോ ആ ആത്മീയ തിരി കത്തിക്കുന്നതിൽ ആ തിരിയിലുള്ള എണ്ണ സൂക്ഷിക്കുന്നതിൽ അവർക്ക് ഈ ലോകത്തിലുള്ള നേട്ടങ്ങൾ പ്രാപിക്കുന്നതിൽ
അവർക്ക് കഴിയാതെ പോയി. और जो मूर्ख स्त्री जो कुंवारियां थी, उन लोगों ने उनके दिल में, उनका दिल उनसे हमेशा ये कहता था कि तुमने इतना ज़मीन खरीदा है, इतना पैसा तुमने बैंक में जमा किया है, तो ये सब चीज़ों के द्वारा तुम सुरक्षित हो, तुम्हें किसी चीज़ की कमी कभी होगी नहीं। ये उनके दिल में उन्होंने निर्णय लेने की वजह से उन्होंने आत्मिक जिंदगी को एक आलसी रूप में लिया और उनका जो आत्मिक दिया जो जलते रहना चाहिए था वो बुझ गई थी। ഒന്ന് നഷ്ടപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ നമുക്ക് തൃപ്തി വരാത്ത ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ അധ്വാനിച്ച് നമ്മൾ അതിനുള്ള പൈസ കൊടുത്ത് വാങ്ങിച്ച് ഭക്ഷിക്കുന്നു. 2, നമ്മൾക്ക് യഥാർത്ഥത്തിലുള്ള സന്തോഷം ഹൃദയത്തിൽ നിന്ന് തരുന്ന ജീവന്റെ റൊട്ടി ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. ഇത് കൃപയെക്കുറിച്ച് കാണിക്കുന്നു എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. പക്ഷേ ഈ കൃപ എപ്പോഴും നിലനിൽക്കും എന്നുള്ള ഒരു മനോഭാവമാണ് ഈ ബുദ്ധിയില്ലാത്ത കന്യകമാരെ നയിച്ചത്. ഞാൻ എന്തു ചെയ്താലും എൻ്റെ മണവാളൻ അല്ലെങ്കിൽ എൻ്റെ കർത്താവിനോട് ക്ഷമിക്കും എന്നുള്ള ഒരു ബുദ്ധിയില്ലാത്ത ചിന്ത അവരെ നയിക്കുവാനിടയായതുകൊണ്ട് ലോകത്തിന്റെ ആഗ്രഹങ്ങൾ അവരെ ഭരിക്കുവാനിടയായി. और ये जो कुंवारी स्त्रियां हैं, जिस प्रकार हमने यशायाह के पुस्तक में पढ़ा कि हमको कुछ चीज़ है जो हमें तृप्त नहीं करती है, या हमारे परिश्रम जो शरीर के लिए करते हैं वो चीज़ हम पैसा देकर खरीद कर हम वो चीज़ को लेते हैं, लेकिन यहाँ दूसरी तरफ हमें अनंत काल जीवन में लेके जाने वाला या संतुष्टि में हमें चलाने वाला जो जीवन की रोटी हमें जो है मुफ्त में परमेश्वर दे रहा है, लेकिन उसकी और हम ध्यान नहीं देते हैं। या हमने उसके बारे में हमने पढ़ा है कि वो कृपा है, परमेश्वर जो हमें अभी दान में दे रहा है, ये परमेश्वर का बहुत बड़ा कृपा या अनुग्रह है। लेकिन ये मूर्ख स्त्रियों ने ये सोचा कि क्योंकि हम परमेश्वर के अनुग्रह में हैं तो हम कुछ भी करेगा तो चल जाएगा, हमें कुछ परिश्रम करने की जरूरत नहीं है, हमारी हर एक गलतियों को माफी परमेश्वर के द्वारा मिल जाती है। പ്രിയരെ, പലപ്പോഴും ധനവാന്മാരായിരിക്കുന്നവർക്ക് പറ്റുന്ന ഒരു വലിയ അബദ്ധം നിങ്ങളെ ഓർപ്പിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ആഗ്രഹിക്കുക. और कई बार जो धनी लोगों के जीवन में होने वाले बहुत बड़ा गलती मैं आपको बताना चाहता हूँ. ബൈബിളിൽ അനേക ധനവാന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അബ്രഹാം വലിയ ധനവാനായിരുന്നു. പക്ഷേ അബ്രഹാം ദൈവത്തിന്റെ കൃപയിൽ നിന്ന് വീണുപോയില്ല. और बाइबल में बहुत सारे धनी लोगों के बारे में लिखा है, लेकिन अब्राहम भी बहुत धनी था, लेकिन वो कभी परमेश्वर की कृपा या अनुग्रह से गिरा नहीं. പ്രിയരെ, ധനം പലപ്പോഴും നമ്മെ വഞ്ചിക്കാറുണ്ട്. ഈ ധനവാന്മാർ ആലയം പണിയാനും അല്ലെങ്കിൽ കൂടുതൽ സ്തോത്രകാഴ്ചയും ഒക്കെ കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ സ്ഥാനം ആ സഭയിൽ ലഭിക്കുവാനിടയാകും. അതിൽ മതിമറന്ന് അവർ തികവുള്ളവരാണ് എന്നുള്ള ഒരു ബോധ്യത്തിൽ അവർ പോകുവാനിടയാകാൻ സാധ്യതയുണ്ട്. और ये धनी लोगों को या धन हमें किस प्रकार धोखा देता है. कुछ लोग ऐसे हैं कि मेरे पास इतना धन है इसलिए मैं कलीसिया बनाने के लिए या दशांश देने में मैं बहुत अधिक उत्साह कर रहा हूँ, इसलिए मेरे में कोई गलती नहीं या कमी नहीं, ऐसे सोच कर वे लोग चलते हैं. അവരെ മിക്കവാറും ദൈവദാസന്മാർ മാനിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവരിൽ പ്രത്യേക കുറവുകളൊന്നും ഇല്ല എന്ന് ചിന്തിച്ച് അവര് ആത്മീയമായിട്ടുള്ള കൂടുതൽ പ്രാപിക്കുവാൻ ഒന്നും ശ്രമിക്കാതെ അവർക്ക് ലഭിക്കുന്ന ആ സ്ഥാനമാനങ്ങളിലൊക്കെ സന്തോഷിച്ച് അവരങ്ങ് പോകും. और ऐसे जो मेरे में अंदर कोई इनके जो धन दौलत देकर बहुत सारे लोग इनको आदर करते हैं या पासवान लोग इनकी आदर करते हैं, तो मन में ये सोचते हैं कि मेरे जीवन में कोई कमी नहीं है, मैं सब कुछ ठीक है. ഇത് നമ്മെ ചതിക്കുന്ന ഒരു വിഷയമാണ്. लेकिन ये बहुत बड़ी धोखा देने वाला विषय है. ഇതൊന്നും നമ്മെ മണവാളനിലേക്ക് എത്തിക്കത്തില്ല. ये कोई चीज हमें हमारे दुल्हा के पास पहुंचाएगा नहीं. നാം വലിയ പ്രശസ്തി നേടിയില്ല എങ്കിലും അനേക സഭകളിൽ നമുക്ക് വലിയ സ്ഥാനം ലഭിച്ചില്ല എങ്കിലും നാം നമ്മുടെ തിരി കത്താതെ വണ്ണം സൂക്ഷിക്കുന്ന സ്വർഗം പകർന്ന അഭിഷേകത്തെ നാം ദിനം പ്രതി പ്രാർത്ഥിച്ച് അത് വർധനവിലേക്ക് കൊണ്ടുവരുന്നുവെങ്കിൽ നമ്മെ തക്ക സമയത്ത് മാനിക്കുകയും ഉയർത്തുകയും ചെയ്യുന്ന ഒരു സ്വർഗമുണ്ട്. और यदि हम जो है ये बहुत बड़े धनी नहीं बने तो भी, लोगों के सामने हमें बहुत बड़ा आदर नहीं मिला तो भी, जो दिया हमारे अंदर जल रही है वो दिया को बुझना बिना उसमें सही समय पर तेल डालकर हम हमारे जीवन को उस प्रकार चलाएंगे तो जरूर एक दिन परमेश्वर हमारा आदर करेगा. മണവാളൻ വന്ന സമയത്ത്
ഈ ബുദ്ധിയില്ലാത്ത കന്യകമാർക്ക് അവനെ എതിരേൽപ്പാൻ കഴിഞ്ഞില്ല. और जब दुल्हा आया तो ये मूर्ख कुंवारी उनको स्वीकार नहीं कर सकी, അവരെ കൂടാതെ മണവാളൻ വാതിലടച്ചു. लेकिन उनको अंदर लेना बिना ही दुल्हा ने द्वार बंद किया. അവരവരുടെ വിളക്ക് കത്തിച്ചുകൊണ്ട് വന്നു വാതിൽക്കൽ മുട്ടി. और उन लोग ने अपना जो मशाले जलाकर वापस आकर दरवाजे पर ठोका. മണവാളൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. लेकिन उन्होंने उत्तर दिया, मैं सचमुच कहता हूँ कि मैं तुम्हें नहीं जानता. അവരുടെ നമ്മൾ എപ്പോഴും ചിന്തിക്കും ഇത് കൃപായുഗമാണല്ലോ എന്ന്. हम हमेशा सोचते हैं अभी तो कृपा का युग है, പക്ഷേ ഈ കൃപായുഗം പെട്ടെന്ന് തീർന്നു, നമ്മൾ ഒരു അറിയിപ്പില്ലാതെ തീർന്നു പോകും. और एक कृपा का युग है, बहुत जल्दी हम जानने बगैर ये खत्म समाप्त हो जाएगा. അതുകൊണ്ടാണ് കർത്താവ് നമ്മെ സൂചിപ്പിക്കുന്നത്. इसलिए यीशु हमसे कहता है, മനുഷ്യപുത്രന്റെ വരവും നാഴികയും ഉയരത്തിലുള്ള പിതാവല്ലാതെ പുത്രനും കൂടി അറിയുന്നില്ല. यीशु मसीह का जो दूसरा आगमन है वो स्वर्गीय पिता के अलावा दूसरा कोई नहीं जानता. ആരാണോ എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നത്, और जो हर समय तैयार रहता है. എന്താണ് ഒരുങ്ങേണ്ടത്? किस बात में हम तैयार रहना है? എപ്പോൾ കാഹളം ധ്വനിച്ചാലും कभी भी तुरही फूकने दो. ദൈവസന്നിധിയിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം തയ്യാറാണെങ്കിൽ, यदि हम स्वर्ग राज में उठाए जाने के लिए तैयार है तो പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന നഷ്ടപ്പെട്ട് നമ്മൾ ലോകപ്രകാരം ചിന്തിച്ച് ലോകത്തിലുള്ളത് നേടിയെടുക്കാനുള്ള വ്യഥയിൽ നാം പരക്കം പായുമ്പോഴാണ് കർത്താവിന്റെ കാഹളനാദം ധ്വനി കേൾക്കുന്നതെങ്കിൽ, यदि हम इस हमारे जो पाए हुए अभिषेक को नष्ट करके दुनिया के पीछे भागते समय या दुनिया का धन दौलत कमाने के पीछे भागते समय यीशु मसीह आता है तो, ചിലരെ സംബന്ധിച്ച് ഞാൻ ഇപ്രകാരം കണ്ടിട്ടുണ്ട്. मैं कुछ लोगों को इस प्रकार देखा हूँ. മുംബൈയിലോ അല്ലെങ്കിൽ കേരളത്തിലോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലോ ഒക്കെ ശക്തമായിട്ട് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ തക്കവണ്ണം പദ്ധതി ഉണ്ടായിരുന്ന, അഭിഷേകം ഉണ്ടായിരുന്നവരെ, और मुंबई में या केरला में या नॉर्थ इंडिया में किसी ऐसी जगहों पर परमेश्वर उनको बहुत अभिषेक के साथ अपनी सेवकाई में खड़ा करने को चाहने वाले लोग, അവർക്ക് അതിനെക്കുറിച്ച് ബോധ്യമില്ലാതിരിക്കുമ്പോൾ അഭിഷിക്തന്മാര് വന്ന്, പ്രവാചകന്മാര് വന്ന് അവർക്ക് ആ ദൂത അറിയിക്കുന്ന കണ്ടിട്ടുണ്ട്. और उनको ये बात पता नहीं है. उस समय कुछ परमेश्वर के अभिषिक्त लोग आकर उनको भविष्यवाणी करते हैं कि तुमको सेवा के लिए परमेश्वर ने चुना है. പക്ഷേ അതിനെ ത്യജിച്ച് അവർ മേത്തരമായ രാഷ്ട്രങ്ങളിലേക്ക് കടന്നുപോവുകയും അവിടെ കൊച്ചു ജോലികൾ ചെയ്ത് ചെറിയ ഒരു ഏതെങ്കിലും സഭയിൽ ഒരു അംഗമായിട്ട് ഒരു സാധാരണക്കാരനായിട്ട് ജീവിച്ചു പോവുകയും ഇവിടെ കേരളത്തിലോ ഇന്ത്യയിലോ ഒക്കെ ഏതെങ്കിലും സഭയിലുള്ള ദൈവദാസന്മാരോ സഭയോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ജീവിക്കുന്ന കണ്ടിട്ടുണ്ട്. और उन लोग यहाँ से बाहर विदेश में जाकर जो है वहाँ पर कोई छोटी कलीसिया में मेंबर बनकर छोटा नौकरी कर वहाँ से यहाँ की कुछ कलीसिया को कुछ आर्थिक तरीके से सपोर्ट करने या मदद करने का जो एक कार्यक्रम मैंने देखा है. അവരുടെ ജീവിതത്തിൽ അതുകൊണ്ട് തൃപ്തിപ്പെട്ടു പോകുന്ന കണ്ടിട്ടുണ്ട്. और उन लोग ये परिस्थिति में बहुत तृप्त बनकर रहते हैं. ഇങ്ങനെ അനേകര് അങ്ങനെ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത് കാണുവാനിടയായിട്ടുണ്ട്. और ऐसे बहुत सारे लोग ऐसे एक धोखा में फंसे हैं करके मैंने देखा है. അവർ ധനപരമായിട്ട് അവർ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. वो लोग धन संपत्ति में बहुत आशीष पाए हैं. പക്ഷേ ആത്മീയമായിട്ട് അവർ താഴോട്ട് വരുവാനിടയായി. लेकिन आत्मिक जीवन में वो लोग नीचे आ गए हैं. ഈ അഞ്ചഞ്ച് കന്യകമാര് നമ്മുടെ ഓരോരുത്തരുടെയും കഥകളാണ്. और ये जो 5 अलग अलग तरह की जो कुंवारियां हमारे हर एक जीवन की कहानी है. ഈ വിഷയം നമുക്ക് അറിയാവുന്ന സംഭവമാണ്. ये कहानी है, ये दृष्टांत हम अच्छे से जानते हैं. പക്ഷേ ഈ 5 കന്യകമാർ ഇന്ന് നമ്മളുടെ ഇടയിൽ തന്നെയുണ്ട്. लेकिन ये जो 5 कुंवारियां हमारे बीच में भी है. ഈ 10ൽ 5 ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും ഇന്ന് നമ്മുടെ മധ്യത്തിൽ തന്നെയുണ്ട്. और ये समझदार कुंवारियां और मूर्ख कुंवारे दोनों हमारे बीच में हैं. നാം നമ്മെ തന്നെ ഒന്ന് വിധിക്കാം. हम अपने आप को जांचेंगे. ഞാൻ ഇന്ന് ആരുടെ കൂട്ടത്തിലാണ്? मैं आज कौन सी झुंड में हूँ? ബുദ്ധിയുള്ളവരുടെ കൂട്ടത്തിലാണോ ബുദ്ധിയില്ലാത്തവരുടെ കൂട്ടത്തിൽ? मैं समझदारों की झुंड में हूँ या मूर्ख के झुंड में हूँ? എന്റെ ഹൃദയത്തിൽ मेरे दिल में ആത്മാവിന്റെ തിരി കത്തുന്നുണ്ടോ? आत्मा का जो दिया या आग जलता है क्या? കർത്താവിന് വേണ്ടി ജ്വലിക്കാനുള്ള ആ ആത്മാവിന്റെ സന്തോഷം എനിക്കുണ്ടോ? और परमेश्वर के लिए सेवा करने का वो आत्मिक आनंद मेरे अंदर है क्या? അതോ കഴിഞ്ഞ വർഷം 2 നിലയുടെ ബംഗ്ലാവ് വെച്ചു, ഇനി അടുത്ത ഒരു ബംഗ്ലാവ് മേടിക്കാനുള്ള
ആഗ്രഹത്തോടുകൂടി അതിനുവേണ്ടി നോട്ടം വെച്ച് അഡ്വാൻസ് കൊടുത്ത് വെച്ചിരിക്കുകയാണോ? या मैंने पहले एक बंगला बनाया, अभी आने वाले दिनों में और 2 बंगला बनाने के लिए उसकी इच्छा में उसको एडवांस देकर आप चल रहे हैं क्या? ഈ ലോകത്തിൽ സഭയിലുള്ളവരും ദേവദാസന്മാരും ഒക്കെ നിന്നെ നോക്കിയിട്ട് ഒരുപക്ഷെ പറയും അനുഗ്രഹിക്കപ്പെട്ടവനെന്ന്. और यदि आप इस प्रकार रहेंगे तो इस दुनिया वाले या कोई पास्टमान या कलीसिया वाले आपको कहेंगे कि आप बहुत आशीषित व्यक्ति है। പക്ഷേ വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് നോക്കിയിട്ട് പറയുന്നത്, लेकिन प्रकाशित वाक्य के पुस्तक में परमेश्वर इस प्रकार कहता है, നഗ്നനും ദരിദ്രനുമായവെന്ന്. नंगा और दरिद्र व्यक्ति करके। കാരണം ഈ രക്ഷ നമ്മളുടെ മുന്നിലുള്ള രക്ഷ ഒരിക്കൽ കൊട്ടിയടക്കപ്പെടും. एक बार ये हमारे सामने रखा हुआ उद्धार का द्वार जो है बंद हो जाएगा। അതുകൊണ്ട് 13ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുകയാണ്, इसलिए 13 वाक्य में फिर से कह रहा है, इसलिए जागते रहो क्योंकि तुम उस दिन को न जानते हो ना उस पल को। ഈ ദിവസത്തെ കുറിച്ച് അറിവില്ലായകയാൽ നാം അതിനുവേണ്ടി ശ്രദ്ധയുള്ളവരായിരിക്കും. आप इस दिन के बारे में नहीं जानते, इसलिए तुम जागते रहो। കർത്താവ് പറയുകയാണ്, यीशु कहता है, കള്ളൻ വരുന്ന നാഴികയും സമയവും നാം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ദിവസവും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, यदि चोर कभी आता है हमको पता रहता നാം ഉണർന്നിരിക്കുമായിരുന്നു. तो हम जागते रहते। പക്ഷേ അവൻ കള്ളനെ പോലെ വരുവാനിടയാണ്. लेकिन वो एक चोर के समान आने वाला है। ആ സമയത്ത് उस समय നാം സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിലും പേരുണ്ടാക്കുന്നതിലും അതുപോലെ കുട്ടികളെ വിദേശങ്ങളിൽ പോയി വിട്ട് പഠിപ്പിക്കുന്ന കാര്യത്തിലും ഒക്കെ വ്യാകുലരായിട്ട് നമ്മൾ കർത്താവ് എന്ന തീരി കത്തുന്ന അവസ്ഥയിലല്ല എങ്കിൽ നമ്മളുടെ മുന്നിൽ ആ കൃപ എന്ന വാതിൽ നാം നിശ്ചയിക്കാത്ത സമയത്ത് അടഞ്ഞു പോകും. और वो आते समय हम जो है हम दुनियादारी में धन दौलत कमाने में या अपने बच्चों को विदेश भेजकर पढ़ाने की जो विचारों में लगे रहेंगे और आत्मा का दिया हमारे अंदर नहीं जलता होगा तो ये उद्धार का द्वार हमारे सामने बंद हो जाएगा। നമുക്ക് കർത്താവിന് വേണ്ടി ഇരിക്കാം. हम परमेश्वर के लिए जलेंगे। ഈ സംഭവങ്ങളൊക്കെ നമ്മെ ഒരു കാര്യം വിളിച്ചറിയിക്കുകയാണ്. और अभी जो होने वाली घटना सब हमें एक बात बताती है, കർത്താവിന്റെ വരവ് അടുത്തിരിക്കുകയാണ്. परमेश्वर का जो आगमन बहुत ही निकट है ഈട്ടുനോവിന്റെ ആരംഭം കുറിച്ചിരിക്കുകയാണ്. और जो पीड़ाओं का आरंभ शुरू हो चुका है। ഇത് ബുദ്ധിയുള്ളവർക്ക് ഒരു വാണിംഗ് ആണ്. ये बुद्धिमान लोगों के लिए एक चुनौती है നമുക്ക് ഇത് സ്വീകരിക്കാം. और हम इसको स्वीकार करें। നമുക്ക് നമ്മെ തന്നെ ഒന്ന് നവീകരിക്കാം, हम अपने आप को नया बनाएंगे, ശുദ്ധീകരിക്കാം, हम अपने आप को शुद्ध करेंगे, ദൈവസന്നിധിയിൽ ഇരിക്കാം, परमेश्वर के सामने बैठेंगे, ദൈവത്വ കർത്താവിനോട് നമുക്ക് ചോദിക്കാം, परमेश्वर से हम पूछेंगे എന്നിൽ എന്താ കുറവുള്ളത്, मेरे अंदर क्या कमी है, ആ കുറവുകൾ പരിഹരിച്ച് और वो कमी को हटाकर കർത്താവിന്റെ സന്നിധിയിൽ परमेश्वर के सामने നമുക്കൊന്നുകൂടി एक और बार നിരപ്പ് പ്രാപിക്കാം. हम जो पश्चाताप करके माफी मांगे। ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. परमेश्वर हम सबको आशीष करे। പ്രിയരെ, प्रिय लोगों, വീണ്ടും ഓർപ്പിക്കാൻ തക്കോണം ആഗ്രഹിക്കുക, मैं फिर से आपसे कहना चाहता हूँ, നിങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ലാത്തതിനു വേണ്ടി പൈസ മുടക്കാതെ और आपको जो कुछ भी प्रतिफल नहीं मिलने वाला चीजों के पीछे पैसा खर्च करने की जगह पर കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി ഫ്രീ ആയിട്ട് രക്ഷ നൽകി തന്നിരിക്കുകയാണ്. आज यीशु मसीह के द्वारा यीशु मसीह हमें फ्री में या मुफ्त में हमें उद्धार दे रहा है। ഇന്ന് നിന്നിലുള്ള രോഗസൗഖ്യം കർത്താവ് നിനക്ക് ഫ്രീ ആയിട്ട് തരികയാണ്. और आज आपको अगर बीमारी से चंगाई चाहिए तो यीशु मसीह मुफ्त में आपको दे रहा है। നീ ആലോചനയ്ക്ക് വേണ്ടി വേറെ എങ്ങും പോകണ്ട. और आप भविष्यवाणी के लिए दूसरों के पीछे जाने की जरूरत नहीं है। പ്രവാചകന്മാരുടെ പ്രവാചകനായ കർത്താവ് നിന്നിലേക്ക് ഇറങ്ങി വരും. और जो नबियों का नबी है वो यीशु मसीह आपके अंदर उतर कर आया है। ആ കർത്താവ് നിന്നിലേക്ക് വന്നാൽ ഒരു പ്രവാചകന്റെ അടുക്കലും നീ പോകണ്ട. और यदि यीशु मसीह आपके अंदर है तो आपको कोई भी भविष्यवाणी के पीछे भागने की जरूरत नहीं है। പ്രിയരെ, ഇന്ന് തുടക്കത്തിലുണ്ടായിരുന്ന ആത്മീയ ഉണർവ് എനിക്കില്ല എന്ന് സ്വയം തോന്നുന്നുവെങ്കിൽ, यदि शुरुआत में जो आत्मिक जागृति आपके अंदर थी वो अभी आप में नहीं है ऐसा आपको लगता है तो ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ള തിരുവചനമാണെന്ന് മനസ്സിലാക്കുക. तो ये वचन आपके लिए और मेरे लिए है करके आप समझ लीजिए। ഇത് സ്വീകരിച്ച് ये स्वीकार करके ബുദ്ധിയില്ലാത്തവരുടെ കൂട്ടത്തിലല്ല, ബുദ്ധിയുള്ളവരുടെ ഗണത്തിൽ നമുക്ക് ഇന്ന് തൊട്ട് ചേരാം. और ये स्वीकार करके मूर्ख लोगों के साथ नहीं समझदार लोगों के झुंड में हम भी शामिल हो जाएंगे। കർത്താവ് നമ്മെ കണ്ട് സന്തോഷിക്കാനിടയാകട്ടെ. और प्रभु हमें देखकर आनंद होने दो। സ്വർഗം നമുക്ക് പുതിയ ആത്മീയ കൃപാവരങ്ങളാൽ നിറച്ച് നമ്മയും നമ്മുടെ ഭവനത്തെയും നമുക്കുള്ള സകലത്തെയും പായുധങ്ങളെയും അനുഗ്രഹിക്കുവാനിടയാകട്ടെ, ഉയർത്തുവാനിടയാകട്ടെ. ഈ വചനത്താൽ വീണ്ടും
നമ്മെ ദൈവം കർത്താവ് നമ്മെ ഓർപ്പിക്കുകയാണ്, നാം in which the Son of Man is coming, അതായത് കർത്താവിന്റെ വരവിങ്കൽ നാം ആ ഭാഗം ഒന്ന് വായിക്കാം. इसलिए जागते रहो क्योंकि तुम उस दिन को नहीं जानते ना उस पल को. ജാഗ്തെ അതായത് നാം ഉണർന്നിരിപ്പാനിടയാണ്. और ये जो वचन आज आप सुनते समय प्रभु यीशु मसीह आपको और आपके परिवार को सारे आशीषों से भरने वाला है. इसलिए फिर से यीशु मसीह कहता है कि उस दिन और पल को आप नहीं जानते, इसलिए आप जागते रहो. ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന जो शुरुआत में जो अभिषेक था, ആ ഉണർവിനേക്കാൾ, वो जागृति से बढ़कर, അതിനേക്കാൾ വലിയ ഒരു ഉണർവ് उससे भी बड़ा एक जागृति ഇന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ यदि आज आप दिल में चाहते हैं കർത്താവ് നിന്നിലേക്ക് തരും. तो प्रभु जरूर वो आपको देगा നിന്നെ അതിശയിപ്പിക്കുമാർ और आपको आश्चर्य करने की तरफ കർത്താവ് നിന്നെ ഉപയോഗിക്കും. परमेश्वर आपको उपयोग करेगा. പല തലങ്ങളിൽ बहुत अलग अलग जगहों पे ദുഷ്ടൻ കെട്ടി ഇതിനെ അഴിക്കുവാൻ, और जो शैतान ने जिसको बांध के रखा है उसको छुड़ाने के लिए, അനേകർക്ക് സൗഖ്യമായി, बहुत सारे लोगों को चंगाई देने के लिए, അനേക ഭൂതബാധിതരായവർക്ക് സ്വാതന്ത്ര്യത്തിനായി, और बहुत सारे भूत से पीड़ित लोगों को छुड़ाने के लिए, നിന്റെ ഭവനത്തിനൊരു വിടുതലായി, और आपके घर में एक छुटकारा भेजने के लिए, ശപിക്കപ്പെട്ടവർക്ക് ഒരു അനുഗ്രഹമായി, श्रापित लोगों के लिए एक आशीष बनकर നിന്നെ ദൈവം ഉപയോഗിക്കുവാൻ പോവുകയാണ്. आपको परमेश्वर उपयोग करने वाला है. ഈ വചനം നാം സ്വീകരിച്ചു. ये वचन को हम स्वीकार करेंगे ഭാഗ്യവാന്മാരായ, और जो समझदार कुंवारियों के समान, ബുദ്ധിമാന്മാരായ ആ കന്യകമാരോട് കൂടി നമുക്ക് ചേരാം. और वो समझदार कुंवारियों के साथ हम भी मिल जाएंगे. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. परमेश्वर आपसे प्रेम करता है. അവന് നിന്നെ കൈവിടുവാൻ കഴിയുകയില്ല. वो कभी आपको हाथ नहीं छोड़ सकता. നിന്നെ കർത്താവ് പൂർണ്ണമായി അനുഗ്രഹിക്കുകയാണ്. और परमेश्वर आपको पूरी तरीके से आशीष कर रहा है. ആമേൻ. आमीन.